നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നമ്മളെ തിരുപ്പതി പോയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. കാരണം അതിലെല്ലാം എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, എല്ലാം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഞങ്ങൾ സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്യാതെയാണ് ഞങ്ങൾ തിരുപ്പതിയിൽ പോയത്. അതായത് നമുക്ക് TTD, അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്ത് അതിൽ സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അത് 3 മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ജൂണിൽ ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ചിൽ അത് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ടും ഒരുപാട് നാളത്തെ ആഗ്രഹം, തിരുപ്പതി ദർശനം നടത്തണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായതുകൊണ്ടും പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയത് കന്യാകുമാരി പൂന എന്ന് പറഞ്ഞ ട്രെയിനിലാണ്. വർക്കലയിൽ നിന്നാണ് കയറിയത്. അത് ഏതാണ്ട് 4-4:30 മണിയായപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് ഗോവിന്ദ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഗോവിന്ദ ഹൈറ്റ്സിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ അതിന് ഓപ്പോസിറ്റാണ് ശ്രീനിവാസൻ കോംപ്ലക്സ്. ശ്രീനിവാസൻ കോംപ്ലക്സിലാണ് നമുക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള പാസ് കൊടുക്കുന്നത്. അതായത് SSD ടോക്കൺ എന്ന് പറയും, സർവദർശൻ ടോക്കൺ അവിടെ കൊടുക്കുന്നത്. അപ്പം ആ സൗകര്യാർത്ഥമാണ് ഞങ്ങൾ ഗോവിന്ദ ഹൈറ്റ്സിൽ റൂം എടുത്തത്. അതുപോലെ വിഷ്ണു നിവാസവും ഭൂദേവി കോംപ്ലക്സും, ഇത് രണ്ടും വേറെ ഉണ്ട്. ഇവിടെയും പാസ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇതൊന്നും തന്നെ എനിക്ക് നമ്മളുടെ മറ്റേ വീഡിയോയിൽ, തിരുപ്പതി ദർശനം നടത്തിയ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പാസ് കൊടുക്കുന്ന സമയവും ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് പാസിൻ്റെ ടൈം. ഓക്കെ. അപ്പോൾ ഗോവിന്ദ ഹൈറ്റ്സിൽ നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീനിവാസൻ കോംപ്ലക്സിൽ നിന്ന് പാസ് വാങ്ങിക്കാൻ വളരെ സൗകര്യമായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 4 പേർക്ക് ദർശനം നടത്താൻ ഒരാൾ പോയി പാസിന് നിന്നാൽ പോരാ. 4 പേർക്ക് ദർശനം നടത്തണമെങ്കിൽ 4 പേരും ക്യൂ നിന്ന് പാസ് വാങ്ങിക്കുക തന്നെ വേണം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും ഒറിജിനൽ ആധാർ വെച്ചിട്ടാണ് പാസ് തരുന്നത്. സോ നമ്മൾ പാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും ഒറിജിനൽ ആധാർ കയ്യിൽ കരുതണം. അത് പ്രധാനപ്പെട്ട കാര്യം. അത് ഭൂദേവി കോംപ്ലക്സിലായാലും വിഷ്ണു നിവാസത്തിലായാലും അങ്ങനെ തന്നെയാണ്. സമയം ഇത് തന്നെയാണ്, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 4 മണി വരെ. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വർക്കിംഗ് ഡേയിൽ പോകുന്നതായിരിക്കും. വർക്കിംഗ് ഡേയിൽ പോകുമ്പം കുറച്ച് ആൾക്കാർ കുറവുണ്ടാവും. ഓക്കെ. അവധി ദിവസം നല്ല തിരക്കായിരിക്കും. പക്ഷേ 3-4-5 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നാലും യാതൊരുവിധ ക്ഷീണമോ തളർച്ചയോ നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം എപ്പോഴും ഫുഡും വെള്ളവും നമുക്ക് ഇഷ്ടംപോലെ അവിടുന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ തിരുപ്പതി ദർശനത്തിന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോവാം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി തിരുപ്പതി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ അലിപ്പിരി ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ യാതൊരുവിധ പ്ലാസ്റ്റിക് സാധനങ്ങളും അങ്ങോട്ട് കടത്തിവിടത്തില്ല. നമ്മുടെ ബാഗ് ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടെങ്കിൽ അവരതെടുത്ത് കളയും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈവൻ നമ്മളെ മറ്റേ സ്റ്റീൽ ബോട്ടിലുണ്ടല്ലോ, സ്റ്റീൽ ബോട്ടിൽസ് പോലുള്ള സാധനങ്ങളിൽ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ റൂം എടുക്കുമ്പോൾ തിരുപ്പതിയിൽ റൂം എടുക്കുന്ന കാര്യമാണ് എളുപ്പം. തിരുമലയിൽ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം, അതുകൊണ്ട് വളരെ പാടായിരിക്കും. ഓക്കെ. റൂമും സൗകര്യമൊക്കെ മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റണം. അതുകൊണ്ട് നമ്മൾ തിരുപ്പതി റൂം എടുക്കുന്നതാണ് ഏറ്റവും സൗകര്യം. രണ്ടാമത്തെ കാര്യം, ബസ് സർവീസുണ്ട്, ടാക്സി സർവീസും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ബസ് സർവീസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ ടാക്സിയിലാണെങ്കിൽ നമുക്ക് ദർശനത്തിൻ്റെ സമയം വൈകുന്നതിനനുസരിച്ച് നമുക്ക് ആ ടാക്സി നമുക്ക് ഫോണൊക്കെ വാങ്ങിച്ച് പിന്നെ ടാക്സിക്കാരാകുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും. പക്ഷെ ബസ്സാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ചെന്ന് കയറി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ തിരുമലയിലേക്ക് ടാക്സി വിളിച്ചാണ് കേട്ടോ പോയത്. അപ്പം അതും സൗകര്യമാണ്. അതുപോലെ തിരുപ്പതി ദർശനം നടത്തുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് പോകേണ്ടത് പത്മാവതി അമ്മവാരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരെണ്ണമുണ്ട്. അതായത് നമ്മൾ തിരുപ്പതി ബാലാജി ഭഗവാന്റെ പത്നിയാണ് അത്. അപ്പോൾ പത്നിയെ കണ്ട് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം, അതായത് ജ്യേഷ്ഠൻ ഗോവിന്ദരാജ പെരുമാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുപ്പതി വെങ്കടാചലപതിയുടെ ജ്യേഷ്ഠൻ എന്ന് പറയും. അപ്പം അവിടെയും പോയ ശേഷമാണ് നമ്മൾ തിരുപ്പതി ഭഗവാന് ദർശനം ചെയ്യേണ്ടത്. അവിടെ
വേറൊരു ക്ഷേത്രമുണ്ട്, വരാഹസ്വാമി ക്ഷേത്രം. അദ്ദേഹമാണ്, വരാഹസ്വാമിയാണ് തിരുപ്പതി ഭഗവാന് ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തത്. അപ്പം നമ്മൾ ഈ 4 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും മസ്റ്റായിട്ട് പോകേണ്ടതാണ് തിരുപ്പതിയിൽ പോകുമ്പോൾ. അതിൽ ആദ്യം നമ്മൾ പോകേണ്ടത് പത്മാവതി അമ്മവാരി ക്ഷേത്രം തന്നെയാണ്. ഓക്കെ. പിന്നെ അവിടെ അന്നപ്രസാദം കോംപ്ലക്സ് ഉണ്ട്. അന്നപ്രസാദത്തിൽ രാവിലെ തൊട്ട്, അതായത് രാവിലെ എനിക്ക് തോന്നുന്നു 5 മണി തൊട്ടും 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റും 10:30 മുതൽ 4 മണി വരെ ലഞ്ചും 4 മണി തൊട്ട് 11:30 മണി വരെ ഡിന്നറും അവിടെ ഉണ്ട്. നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, സ്ഥലം കിട്ടത്തില്ല എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ല രുചിയുള്ള കറികളും ചോറുമാണ്. കാരണം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞ് ഞങ്ങൾ ഫോൺ കൊടുത്തിരുന്നത് മറ്റൊരു സ്ഥലത്താണ്. അപ്പം ഈ അന്നപ്രസാദം കോംപ്ലക്സ് എല്ലാം കഴിഞ്ഞ് ദൂരെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് ഞങ്ങൾക്ക് ഈ പ്രസാദം കഴിക്കാൻ പോവേണ്ടിയിരുന്നത്. അപ്പം ഞങ്ങൾ പ്രസാദം കഴിച്ചിട്ടാണ് ഫോണും മറ്റുമൊക്കെ എടുക്കാൻ പോയത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ആ വക കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്, ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. ആ പരിസരത്തോട്ടെ ഫോൺ അടുപ്പിക്കരുത്. നമുക്ക് വളരെ കുറച്ച് ലോങ് ഡിസ്റ്റൻസിനെ ഫോൺ മാറ്റണം. പിന്നെ ചുരിദാറിട്ട് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഷോൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്. ഷോളില്ലാതെ അവരകത്ത് കയറ്റത്തില്ല. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ തുണിക്കവറൊക്കെ വേണം. കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ തുണിക്കവറോ തുണി ബാഗോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് അവിടെ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് വിടുന്നത്. ഓക്കെ. പിന്നെ ഓരോരുത്തർക്കും നമ്മൾ അകത്ത് ദർശനത്തിനായിട്ട് കയറി കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹാളുണ്ട്. ആ ഹാളിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യും. നമുക്ക് ദർശനത്തിൻ്റെ സമയം എത്തുമ്പം അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് തുറക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടുത്തെ രീതികൾ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലും നമുക്കങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. സോ ഭഗവാനെ ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഭഗവാന്റെ അടുത്ത് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ബുക്കിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ SST ടോക്കൺ ഉണ്ടല്ലോ, SST ടോക്കൺ ദർശനം കഴിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അവിടെ ലഡ്ഡു പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും SST ടോക്കൺ വെച്ച് നമുക്ക് അവിടെ ലഡ്ഡു പ്രസാദം കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഓരോരോ കാണിക്കൊക്കെ അവിടെ ഓരോ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ ദർശനത്തിനൊക്കെ ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര തിരക്കും കാര്യങ്ങളും. പിന്നെ നമ്മൾ ദർശനത്തിനോട് ചെല്ലുമ്പം നല്ല തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഒന്ന് ദർശിച്ച് പോകാനുള്ള ഒരു സമയമേ കിട്ടത്തുള്ളൂ. ഒരുപാട് നേരം നിന്ന് തൊഴുവാനുള്ളതൊന്നും പറ്റത്തില്ല. ഒന്ന് ഭഗവാനെ ഒന്ന് കാണാം, നമുക്കങ്ങ് നമ്മളെങ്ങ് മാറ്റും. അതാണ് അവിടുത്തെ രീതികൾ. നല്ല ഒരുപാട് ഭയങ്കര റഷും ഒരുപാട് തിരക്കും ഭയങ്കരമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പതി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ പറയും, ഒരു തവണയെങ്കിലും നമ്മളെല്ലാവരും അവിടെ പോയിരിക്കണം. അത്രയ്ക്ക് ഒരു ഒരു മനോഹരമായ അന്തരീക്ഷമാണ് കേട്ടോ അവിടെ. അപ്പം ഈ ദർശനത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ രീതിയിലാണ് ദർശനം ചെയ്യേണ്ടത്. അതല്ല ബുക്ക് ചെയ്യാതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബുക്ക് ചെയ്തില്ല, ഞങ്ങൾക്ക് തിരുപ്പതി പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട. ഈ രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദർശനം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വിഷ്ണു നിവാസം. ഈ വിഷ്ണു നിവാസം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വരുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അപ്പം അവിടെ സ്റ്റേ ചെയ്താലും പാസ് എടുക്കാൻ സൗകര്യമായിരിക്കും. പിന്നെ ഭൂദേവി കോംപ്ലക്സ്, അത് കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷൻ എനിക്കറിയത്തില്ല. എനിക്ക് ഈ ശ്രീനിവാസ കോംപ്ലക്സും അതേപോലെ വിഷ്ണു നിവാസത്തെക്കുറിച്ചും മാത്രമേ അറിയൂ. 4 പേര് ദർശനം ചെയ്യണമെങ്കിൽ 4 പേരും ക്യൂവിൽ നിന്ന് അവരവരുടെ ഒറിജിനൽ ആധാർ വെച്ച് വേണം ദർശനത്തിന് പാസ് വാങ്ങാനായിട്ട്. ആ സ്ലോട്ടിൽ നമുക്ക് ദർശനം ചെയ്യേണ്ട കാര്യങ്ങൾ, ദർശനം ചെയ്യേണ്ട സമയം അതിൽ എഴുതിയിട്ടുണ്ട്. ദർശനത്തിന് നമുക്ക് അവിടെ എത്തേണ്ട ടൈം അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ 3ാമത്തെ കാര്യം, ഈ തിരുപ്പതി ദർശനം കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് പോകേണ്ടത് കാളഹസ്തിയിലേക്കാണ്. കാളഹസ്തി ദർശനം ചെയ്ത ശേഷമാണ് നമ്മൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നത്. കാരണം കാളഹസ്തി പോയ ശേഷം മറ്റൊരു ക്ഷേത്രങ്ങളിലും പോകാൻ പാടില്ല. ഇതാണ് തിരുപ്പതി ദർശനം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത്. കാളഹസ്തി ഭഗവാനെയും കണ്ട ശേഷമാണ് നമ്മൾ തിരിച്ച് പോരേണ്ടത്. പിന്നെ ഒരു ക്ഷേത്രങ്ങളിലും പോകും. എന്നാൽ കാളഹസ്തി പോയിട്ട് തിരുപ്പതി ദർശനം ചെയ്യാൻ അതും പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പത്മാവതി അമ്മവാരി ക്ഷേത്രം, ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം, അതിനുശേഷം നമ്മൾ മെയിൻ തിരുപ്പതി ഭഗവാൻ, അതിനുശേഷം വരാഹസ്വാമി ക്ഷേത്രം, ഇത് ഇത്രയും ദർശനം ചെയ്ത ശേഷം നമ്മൾ നേരെ പോകേണ്ടത് കാളഹസ്തിയിലേക്കാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രമുള്ളത്, കാളഹസ്തി. ആ കാളഹസ്തി ക്ഷേത്രവും ദർശനവും കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പ്രസാദം വാങ്ങി തിരികെ നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത്. മറ്റൊരു ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് തിരുപ്പതി ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ.
ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബുക്കിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് TTDയിൽ, അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് തിരുപ്പതി ഭഗവാനെ ദർശനം ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 3 മാസത്തിന് മുന്നേ ബുക്ക് ചെയ്യണം. എല്ലാ മാസവും 24-ാം തീയതി രാവിലെ 10 മണിക്കാണ് അത് ഓപ്പൺ ആവുന്നത്. അതിലൂടെ നിങ്ങൾക്ക് അക്കോമഡേഷനും ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ കൂടെ ബുക്ക് ചെയ്ത് ഞാൻ പോയിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. എഗെയിൻ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.